गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे നമഃ. പ്രിയമുള്ളവരെ, അമദ്ദേവ വൃന്ദം എന്ന ഓൺലൈൻ ഗ്രൂപ്പിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്ദ്രിയ വൈരാഗ്യം എന്ന കൃതിയെക്കുറിച്ചുള്ള ചർച്ചയുടെ 4ാം ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ്. 3ാം ഭാഗത്തിൽ ഇന്ദ്രിയ വൈരാഗ്യത്തിൻ്റെ പ്രാധാന്യം വേദാന്തശാസ്ത്രം ദമം എന്ന് പറയുന്ന ഇന്ദ്രിയ വൈരാഗ്യം, ഇന്ദ്രിയ നിഗ്രഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം പറഞ്ഞു വരികയായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം പൂർണ്ണമായില്ല. അതിൻ്റെ തുടർച്ചയാണിത്. ഇന്നത്തെ ഈ 4ാം ഭാഗം ശ്രവിക്കുന്നതിന് ഇതിൽ കയറിയിട്ടുള്ള എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. വിഷയത്തിലേക്ക് കടക്കാം. കോലതീരേശസ്തവം എന്ന പ്രസിദ്ധമായ കൃതി, അത് നിങ്ങൾ ഇതിനോടകം ഇവിടെ ഉണ്ടായിരിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കൃതിയിൽ ഒരു ഭാഗത്ത് നിങ്ങളൊന്ന് ഓർമ്മ പുതുക്കിയാൽ മതി. ആ ഭാഗത്ത് പറയുന്നുണ്ട്, ഈ ലോചനമാതീന്ദ്രിയം ഏതെങ്കിലും ഒന്നിങ്ങി ആലോചന കൂടാതെ അബദ്ധത്തെങ്കിൽ അണഞ്ഞാൽ ആ ലാക്കിലുടൻ സന്മതി തോന്നിക്കുക എനിക്കൻ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇല്ലേ? ഈ ലോചനമാതീന്ദ്രിയം, ലോചനമെന്ന് പറഞ്ഞാൽ കണ്ണിൽ തുടങ്ങിയുള്ള പഞ്ചേന്ദ്രിയങ്ങളുടെ ഏതെങ്കിലും ഒന്ന് ആലോചന കൂടാതെ അബദ്ധത്തെങ്കിൽ അണഞ്ഞാൽ വഴിതെറ്റിപ്പോയാൽ ആ ലാക്കിലുടൻ സന്മതി തോന്നിച്ച് എന്നെ നേരാം വഴി കൊണ്ടുവരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് ഇന്ദ്രിയ വൈരാഗ്യത്തിൻ്റെ, ഇന്ദ്രിയ നിഗ്രഹത്തിൻ്റെ പ്രാധാന്യത്തിന് അടിവരയിടുന്ന ഭാഗമാണിത്. ഇതുപോലെ തന്നെ ശ്രീമദ് ബോധാനന്ദ സ്വാമികൾ രചിച്ച ഈശ്വര പ്രാർത്ഥന എന്ന പേരിൽ അറിയപ്പെടുന്ന കൃതിയിൽ, ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ എന്ന് ആരംഭിക്കുന്ന ആ കൃതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് പലർക്കും അത് ഹൃദയസ്ഥമാണെന്ന് എനിക്കറിയാം. അവിടെ ഒന്നോർക്കുക, ഈ വാസനാ നദിയിൽ എൻ മതി വഞ്ചി തെറ്റിപ്പോവാതെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇല്ലേ? ഈ വാസനാ നദിയിൽ എൻ മതി വഞ്ചി തെറ്റിപ്പോവാതെ നല്ല വഴിയിൽ കരപറ്റിടാനും ഭഗവാനെ രക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ വാസനാ നദി, വാസനകളുടെ, ഈ വിഷയസുഖങ്ങളുടെ പിന്നാലെയുള്ള ഈ പലായനം മുഖമുദ്രയായിട്ടുള്ള ഈ ജീവിതത്തിൽ എൻ മതി, എൻ്റെ ബുദ്ധി വഴിതെറ്റി പോകാതിരിക്കാൻ ഭഗവാനെ സഹായിക്കണമെന്ന് ഭഗവാന്റെ അനുഗ്രഹം വേണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അതും ഇന്ദ്രിയ വൈരാഗ്യത്തിൻ്റെ പ്രാധാന്യത്തിന് അതിപ്രധാനമാണെന്നുള്ളതിന് അടിവരയിടുന്ന ഭാഗമാണല്ലോ. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ട്. സമയപരിമിതി മൂലം അതിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഏത് വേദാന്ത പ്രകരണ ഗ്രന്ഥമെടുത്താലും അതിലെല്ലാം ഈ ദമത്തിൻ്റെ, ഇന്ദ്രിയ വൈരാഗ്യത്തിൻ്റെ പ്രാധാന്യത്തെ ഊന്നി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് ഇന്ദ്രിയ വൈരാഗ്യം ഒരു സുപ്രധാന സാധനാഘട്ടമാണെന്ന് നമ്മൾ പറഞ്ഞു. അതൊരു സുപ്രധാന സാധനാഘട്ടമാണെന്ന് മാത്രമല്ല, അത് നേടിയെടുക്കുക അത്ര ക്ഷിപ്രസാധ്യമൊന്നുമായ കാര്യമേ അല്ല എന്നും ഉപനിഷത്ത് വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ടെന്ന് ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചു. എന്താണ്? ക്ഷുരസ്യധാര നിശിത ദുരത്യ എന്നാണ്. മൂർച്ചയേറിയ വാളിൻ്റെ വായ്ത്തലയിലൂടെ നടക്കുന്ന അനുഭവമാണിതെന്ന്, അതിനുള്ള ഒരു ശ്രമമാണ് ഇതെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഉപനിഷത്തുക്കൾ എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ സൂചിപ്പിച്ചു. മൂർച്ചയേറിയ വാളിൻ്റെ വായ്ത്തലയിൽ കൂടെ നടക്കുന്ന പോലെ ദുർഘടം പിടിച്ച ഒരു കാര്യമാണിതെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എങ്കിലും ഈ ഉപനിഷത്തുക്കളുടെ ഒരു സൗന്ദര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ
അത് ദുഷ്കരമാണ്, ബുദ്ധിമുട്ടേറിയതാണ്. 99.9% കേസുകളിലും അസാധ്യമാണ്. അതുകൊണ്ടാണല്ലോ ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് ഭഗവത്ഗീതയിൽ പറഞ്ഞു വയ്ക്കുന്നത് മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് തദിസിദ്ധയെ യഥതാം അഭിസിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ എന്ന് പറയുന്നുണ്ട്. 1000-ൽ ഒരുവന് മാത്രമേ ഈ വഴിക്ക് സഞ്ചരിക്കാൻ തോന്നുകയുള്ളൂ. അങ്ങനെ ഈ വഴിക്ക് സഞ്ചരിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന 1000-ൽ ഒരുവൻ മാത്രമേ എന്നെ ഏതെങ്കിലും തരത്തിൽ മനസ്സിലാക്കുന്നുള്ളൂ എന്ന് ഒക്കെ ഭഗവാൻ പറഞ്ഞു വയ്ക്കുന്നത് ഇത് ദുർഗ്രഹമാണെന്നുള്ളതിന് പൂർണ്ണമായ തെളിവാണത്. അങ്ങനെ എല്ലാവരും പറഞ്ഞു വയ്ക്കുമ്പോഴും ഉപനിഷത്തുക്കളുടെ ഒരു സൗന്ദര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം ശൂന്യം എന്ന് പറഞ്ഞ് നിർത്തുകയല്ല ഉദ്ദേശം. സാധകനെ നല്ല വഴിക്ക് നയിക്കണമെങ്കിൽ അവന് വേണ്ട മുൻകൂറായിട്ടുള്ള അവനോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ബാധ്യത ഉപനിഷത്തുക്കൾക്കുള്ളത് കൊണ്ട് കൃത്യമായി കാര്യങ്ങൾ പറയുന്നു. ഇത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്, അതിന് തയ്യാറുള്ളവർ മാത്രം ഇതിനിറങ്ങിത്തിരിച്ചാൽ മതിയെന്നാണ് അതിൻ്റെ സൂചന. പക്ഷേ ഒരു വാതായനം എപ്പോഴും തുറന്നു തരാൻ ഉപനിഷത്തുക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ സൗന്ദര്യം. എന്താണെന്ന് വെച്ചാൽ ഉപനിഷത്ത് ഈ വിഷയത്തെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, യമേ വൈഷ വ്രണതേ തേന ലഭ്യ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും, ഇത്ര ബുദ്ധിമുട്ടേറിയതാണെങ്കിലും, ഇത്ര ദുർഘടം പിടിച്ച കാര്യമാണെങ്കിലും ബ്രഹ്മവിദ്യ, ഇതിനെ നീ പൂർണ്ണമായി വരിക്കുമെങ്കിൽ, ഇതേ ശരണമെന്ന് പറഞ്ഞൊരാൾ ഇറങ്ങിത്തിരിച്ചാൽ വ്രണതേ തേന ലഭ്യ. യമേ വൈഷ വൃണതേ തേന ലഭ്യ. അത് ലഭ്യമാകും, അത് കിട്ടും, അത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യാശ തന്നുകൊണ്ടാണ് ഉപനിഷത്ത് ആ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ അധികം പറയാനുണ്ട്. അതൊന്നും പറയാൻ പോകാതെ നമ്മൾ ഇതിലെ 1-ാം പദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1-ാം പദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാടുകയുണ്ടായി. നാദം കടന്നു നടുവേ വിലസുന്ന നിന്മൈ ചേതസ്സിലായി വരിക ജന്മമറുന്നതിനായി. നാദം കടന്നു നടുവേ വിലസുന്ന നിന്മൈ ചേതസ്സിലായി വരിക ജന്മമറുന്നതിനായി. ബോധം കളഞ്ഞു പുറമേ ചുഴലും ചെവിക്ക് ഒരാതങ്കമില്ല അടിയനുണ്ടിതു തീർക്ക ശംഭോ. നാദം കടന്നു നടുവേ വിലസുന്ന നിന്മൈ ചേതസ്സിലായി വരിക ജന്മമറുന്നതിനായി. അത്രയും നമുക്കിപ്പോൾ പരിഗണിക്കാം. നാദം കടന്ന് നടുവേ വിലസുന്ന നിന്മൈ, നിൻ്റെ സുന്ദരമായ സ്വരൂപം, നിൻ്റെ കമനീയമായ അതിസുന്ദരമായ സ്വരൂപം നിന്മൈ ചേതസ്സിലായി വരിക. നാദം കടന്ന് നടുവേ വിലസുന്നതെന്നുള്ളത് നിന്മയുടെ ഒരു വിശേഷണമായിട്ട് ചേർത്തിരിക്കുന്നതാണ്. ഭഗവാനെ, നിൻ്റെ തിരുസ്വരൂപം ചേതസ്സിലായി വരണം, എൻ്റെ ഹൃദയത്തിൽ വരണം, ഉറയ്ക്കണം. ഭഗവാനെ, നിൻ്റെ തിരുസ്വരൂപം അത് എങ്ങനെയുള്ള തിരുസ്വരൂപമാണ്? നാദം കടന്ന് നടുവേ വിലസുന്ന നിൻ്റെ തിരുസ്വരൂപം എൻ്റെ ഹൃദയകമലത്തിൽ വരണം, വന്നുറയ്ക്കണം. എന്തിനു വേണ്ടിയെന്ന് അടുത്ത അതേ ശ്വാസത്തിൽ തന്നെ സ്വാമി പറയുകയാണ്, ചേതസ്സിലായി വരിക ജന്മമറുന്നതിനായി. ജന്മമറുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ഒരല്പം നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കവിതാ ഭംഗി ഇവിടെയുണ്ട്. ഒരു വിസർഗം പോലും ചേർക്കാതെയാണ് ഈ ജന്മമറുന്നതിനായി എന്നവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അത് വൃത്തത്തിന് വളരെ യോജിക്കുന്ന രീതിയിൽ അത് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു മഹാകവിക്ക് മാത്രമേ പറ്റൂ. ശ്രീനാരായണ ഗുരുദേവൻ ആ നിലയിൽ നോക്കുമ്പോൾ ഒരു മഹാകവി കൂടിയായിരുന്നു എന്ന് മനസ്സിലാക്കണം. അങ്ങനെ എന്തിന്
നിൻ്റെ തിരുസ്വരൂപം എൻ്റെ ഹൃദയകമലത്തിൽ വന്നുറയ്ക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും കൂടി അവിടെ വളരെ വിളക്കി പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. യാതൊരു കുഴപ്പമില്ലാതെ, ഒരു വിസർഗം പോലും അഡീഷണലായിട്ട് ചേർക്കേണ്ട ആവശ്യം വരാതെ ചേർക്കാൻ പറ്റുന്നതാണ്. ഭാഷയിൽ ഒരാളുടെ നൈപുണ്യത്തെ കാണിക്കുന്നതാണ്. ഭാഷയിൽ ഒരാളുടെ കമാൻഡ് എന്താണെന്ന് പറയുന്നതാണ്. അതാണ് ആ കവിതയുടെ ഭംഗി. അപ്പം നാദം കടന്ന് നടുവേ വിലസുന്ന നിൻ്റെ തിരുസ്വരൂപം ചേതസ് എൻ്റെ ഹൃദയകമലത്തിൽ വന്നുറയ്ക്കണം ജന്മമറുന്നതിനായി. എൻ്റെ ഉദ്ദേശം ഉറയ്ക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ് എന്നുള്ളത് പറഞ്ഞു വയ്ക്കുകയാണ്. ജന്മമറുന്നതിനായി. എന്താണ് ഈ ജന്മമറുക എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ആലപിച്ചു ശങ്കരാചാര്യ സ്വാമികളുടെ ഭജഗോവിന്ദത്തിലെ പ്രസിദ്ധമായ ആ വരികൾ. ഏത്? പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഠരേ ശയനം പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഠരേ ശയനം. ഇവിടെ പുനരഭിയാണ് 3 സ്ഥലത്തും ചേർന്നിരിക്കുന്നത്. വീണ്ടും ജനനം, വീണ്ടും മരണം, വീണ്ടും അമ്മയുടെ ഗർഭാശയത്തിൽ ജനനീ ജഠരേ അമ്മയുടെ ഗർഭാപാതത്തിൽ വന്നു ചേരുക, പിന്നെയും ജനിക്കുക, പിന്നെയും മരിക്കുക, പിന്നെയും ഗർഭപാത്രത്തിലെത്തുക. ഇതാണ് ജനിമൃതി ചക്രം എന്ന് പറയുന്നത്. ജനിമൃതി ചക്രം, ജനനവും മരണവും ഇങ്ങനെ ചാക്രികമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതാണല്ലോ ജീവിതം. ജീവികളുടെ എല്ലാം ജീവിതം അങ്ങനെയാണ്. നമ്മുടെ എല്ലാം ജീവിതം അങ്ങനെയാണ്. ജനിച്ചതെല്ലാം മരിക്കണമെന്നുള്ളത് പ്രകൃതി നിയമമാണ്. അപ്പം ജനിക്കുന്നത് ഏതുണ്ടോ അത് മരിച്ചേ പറ്റൂ. മരിക്കുന്നത് വീണ്ടും പുനർജനിക്കുകയാണ്, പുനർജന്മമുണ്ട്. അത് വരുമ്പോൾ ഈ ജനിമൃതി ചക്രം ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് ഈ ചക്രത്തിന് പുറത്തു വരണം ഭഗവാനെ. അതിനു വേണ്ടിയിട്ട് നിൻ്റെ തിരുസ്വരൂപം എൻ്റെ ഹൃദയകമലത്തിൽ വന്നുറയ്ക്കണം എന്ന് ഭക്തൻ ആശിക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ പദ്യത്തിൽ. നാദം കടന്ന് നടുവേ വിലസുന്ന നിൻ്റെ തിരുസ്വരൂപം എൻ്റെ ഹൃദയകമലത്തിൽ വന്നുറയ്ക്കണം. എന്തിനു വേണ്ടി ഉറയ്ക്കണം? ജന്മമറുന്നതിനായി. ഈ ജനിമൃതി ചക്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് നിൻ്റെ തിരുസ്വരൂപം എൻ്റെ ഹൃദയകമലത്തിൽ ഉറയ്ക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയാണ് ഈ ജനിമൃതി ചക്രത്തിൽ നിന്ന് ഒരാൾ പുറത്തു വരുന്നത്? ജനിച്ചതെല്ലാം മരിക്കണമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളും ഞാനും എല്ലാവരും മരിക്കണമല്ലോ ഒരു ദിവസം, വേണ്ടേ? അതെന്നാണെന്ന് നമുക്കറിയില്ല. ജനനത്തിൻ്റെ കാര്യത്തിൽ നാം ഒത്തിരി മുമ്പോട്ട് പോയി, ഒത്തിരി കാര്യങ്ങൾ നമുക്കിപ്പോൾ നമ്മുടെ കൺട്രോളിലാണെന്ന് മനുഷ്യൻ അഭിമാനിക്കുമ്പോൾ മരണം ഇപ്പോഴും ആകസ്മികമാണ്. യാതൊരു പിടിയുമില്ല. അതെപ്പം വേണേലും സംഭവിക്കാം. ഈ നിമിഷം വേണേൽ സംഭവിക്കാം. അടുത്ത കുറേ വർഷങ്ങൾക്ക് നേരത്തേക്ക് ഒന്നും സംഭവിക്കാതിരിക്കാതിനൊക്കെയുള്ള സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ കിടക്കണം. തികച്ചും അനിശ്ചിതമാണെന്ന് പറയുന്നതാണ് സത്യം. അങ്ങനെയുള്ള ആ മരണത്തിൽ നിന്ന്, ആ ജനിമൃതിയിൽ നിന്ന്, ചക്രത്തിൽ നിന്ന് എങ്ങനെ നമ്മൾ പുറത്തു വരും? അതിൻ്റെ ശാസ്ത്രം എന്താണെന്ന് വെച്ചാൽ, ഋഷിമാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഞാൻ എന്ന് പറയുന്നത് സ്വാമി ഗദ്യപ്രാർത്ഥനയിൽ പറയുന്നില്ലേ, നാം ശരീരമല്ല ആത്മാവാകുന്നു എന്ന് പറയുന്നുണ്ട്, ഇല്ലേ? ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും ആത്മാവുണ്ടായിരുന്നു എന്ന് പറയുക. അങ്ങനെ ജനിമൃതി അറ്റ ഒന്നേ ഉള്ളൂ. അതേതാണ്? ഈ ജനിമൃതി ചക്രത്തിന് പുറത്തു നിൽക്കുന്ന ഏതാണ്? അത് സാക്ഷാൽ പരമാത്മാവാണ്. അതിന് ജനനമില്ല, മരണമില്ല. അത് വീണ്ടും അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ അത് വീണ്ടും ഈ അമ്മയുടെ ഗർഭാശയത്തിൽ പ്രത്യക്ഷപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇതിനെല്ലാം അതീതമായി നിൽക്കുന്ന, എല്ലാത്തിനും കാരണമായി നിൽക്കുന്ന ഈ പരമാത്മസ്വരൂപം, അതാണ് ഞാൻ എന്ന ബോധം എന്നിൽ ഉറയ്ക്കണം.
ഞാൻ എന്ന് പറയുന്ന വ്യക്തിയല്ല, ഞാൻ ശരിക്കും പരമാത്മ സ്വരൂപത്തിൻ്റെ ഒരു അംശമാണ് എന്ന് ഞാൻ എൻ്റെ ബോധത്തിൽ എന്നുറയ്ക്കുന്നു, അന്ന് ആത്മാവിന് മരണമില്ലല്ലോ. ആത്മാവിന് മരണമില്ല. അത് ജനിമത്തി ചക്രത്തിനപ്പുറത്താണ്, എന്നും പുറത്താണ്, എപ്പോഴും പുറത്താണ്. അങ്ങനെ പുറത്തു നിൽക്കുന്ന ആത്മാവാണ് ഞാനെന്നുള്ള ബോധം ഏതൊരുവിനിൽ ഉറയ്ക്കുന്നു. അത് ഉറയ്ക്കുമ്പോൾ പിന്നെ ആ ആത്മാവിന് മരണമില്ലാത്തത് കൊണ്ട് അങ്ങനെ ഉറച്ച ആളിനും മരണമില്ല. ഉണ്ടോ? മരണം പിന്നെ എന്തിനാണ്? മരണമുണ്ട്, മരണം ഇല്ലാഴിയില്ല. മരണം ഉള്ളത് ശരീരത്തിനാണ്, ജഡശരീരത്തിനാണ്, അനിത്യമായ ശരീരത്തിനാണ്. ആ ശരീരത്തിനാണ് ജനിമതി ചക്രത്തിൽ കിടന്ന് വട്ടം തിരിയുന്ന ഈ ശരീരമാണ്, ആത്മാവല്ല. അപ്പം ഞാൻ ആത്മാവാണെന്ന് തിരിച്ചറിയുന്ന വ്യക്തി, പൂർണ്ണമായി അത് ബോധത്തിൽ ഉറച്ച ഒരു വ്യക്തിക്ക്, ആ വ്യക്തി ജനിമൃതി ചക്രത്തിന് അതീതനാണ് ഓട്ടോമാറ്റിക്കായിട്ട്. പക്ഷേ ആ ആളിൻ്റെയും ശരീരം മരിക്കും. ശ്രീനാരായണ ഗുരുദേവൻ്റെ ശരീരനാശം സംഭവിച്ചല്ലോ, ഇല്ലേ? അന്ന് ഗുരു പലരോടും ആശങ്ക പ്രകടിപ്പിച്ച പല വിദ്വാൻമാരോടും ഗുരുദേവൻ ഉപദേശിക്കുന്നുണ്ട്, ഈ ജഡശരീരത്തെ ചൊല്ലിയാണോ നിങ്ങൾ ആകുലതപ്പെടുന്നത്? മഹാകവി ഉള്ളൂരിനോട്, ധർമ്മതീർത്ഥസ്വാമികളോട്, ഇവരെല്ലാം പണ്ഡിത ശ്രേഷ്ഠന്മാരാണ്, അവരോടൊക്കെ പറയുന്നുണ്ട്, ഈ ആത്മാവിൻ്റെ ശാസ്ത്രം അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അയ്യങ്കാളിയോട് പറയുന്നുണ്ട്, ഇത് പോകണം, ഇതിൻ്റെ കാലം കഴിഞ്ഞു, ഇത് ശരീരമാണ്, ഇത് നശ്വരമാണ്. നശ്വരമല്ലാത്ത ഒന്നേ ഉള്ളൂ, അത് ആത്മാവാണ്. ആ ആത്മാവാണ് ഞാനെന്നുള്ള ബോധം ഉറയ്ക്കുമ്പോൾ നമ്മൾ ജനിമൃതി ചക്രത്തിൽ നിന്ന് പുറത്തായി. അതായത് ഞാൻ ആത്മാവാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടാക്കി തരണേ ഭഗവാനെ, അതിന് നിൻ്റെ തിരുസ്വരൂപം എൻ്റെ ഹൃദയകമലത്തിൽ ഉറയ്ക്കണം എന്ന് സാധകൻ പ്രാർത്ഥിക്കുന്നതാണ് ആദ്യത്തെ പദ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം.